അതെ, നമ്മുടെ സ്വന്തം സംവിധായകനും നടനുമായ മോഹൻലാലിന്റെ 'ബാറോസ്' ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ്. സംവിധായകനായി മോഹൻലാൽ എന്ന താരത്തിന്റെ പേര് സ്ക്രീനിൽ തെളിയുന്നത് 'ബാറോസിലൂടെയാണെന്നുള്ള ആകാംക്ഷ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആദ്യമായി മോഹൻലാൽ സംവിധായകനാകുന്ന 'ബാറോസ്' സിനിമയുടെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ സംഘടിപ്പിച്ചിരുന്നു. 'ബാറോസ്' കണ്ട വിജയ് സേതുപതി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. 'ബാറോസ്' കണ്ടു എന്ന് പറഞ്ഞ താരം അഭിപ്രായം വ്യക്തമാക്കിയത്, '3D ഇഫക്റ്റും കഥാപാത്രവും കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. കുടുംബത്തിനോടൊപ്പം കാണാനെത്തിയ വിജയിപ്പിക്കണമെന്നും വിജയ് സേതുപതി പറഞ്ഞു. മികച്ച പ്രതികരണമാണ് മോഹൻലാലിന്റെ സംവിധാനത്തിലുള്ള സിനിമയായ 'ബാറോസിന്' പ്രിവ്യൂവിൽ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മനോഹരമായ ഗാനങ്ങളാണ് ചിത്രത്തിലേത് എന്ന് താരത്തിന്റെ ആരാധകർ നേരത്തെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഹൻലാൽ പാടുന്നത് എന്നും ചിത്രത്തിന്റെ വലിയൊരു ആകർഷണമാണ്. ഛായാഗ്രഹണം നിർവഹിച്ചത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നോസ് എഴുതിയ കഥയിൽ എടുക്കുന്ന ചിത്രം 3Dയിൽ എത്തുമ്പോൾ ആകെ ബജറ്റ് 100 കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ നായകനായ ഒരു ഫാന്റസി ചിത്രമായിരിക്കും 'ബാറോസ്'. മാർക്ക് കില്ലനും ലിഡിയൻ നാസറും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാൽ 'ബാറോസ്' കഥാപാത്രത്തിന് 300 വയസ്സാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. മോഹൻലാലിന്റെ പ്രതീക്ഷകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് 'തുടരും'. 'തുടരു'ന്റെ പ്രമേയത്തിലെ ഓരോ രംഗങ്ങളെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്ന് സംവിധായകൻ തന്മൂർത്തി വ്യക്തമാക്കുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്ന് മോഹൻലാൽ പറഞ്ഞെന്ന് ചർച്ചയായി മാറും 'തുടരും' സംവിധായകൻ തന്മൂർത്തി വ്യക്തപ്പെടുത്തുന്നു. നായകൻ മോഹൻലാലിന്റെ ലുക്കിന്റെ നേരത്തെ ചിത്രത്തിനായി പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.